ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയ കാര്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് യെല്ലോ ആൻഡ് റെഡ് നമ്പർ ചലഞ്ചാണ് ഗായ്സ്. യെല്ലോ ആൻഡ് റെഡ് നമ്പർ ചലഞ്ച്. നമുക്ക് നേരെ നമ്മുടെ ചലഞ്ചോടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ പീക്കിലോട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താകുന്നു. ഫസ്റ്റ് തന്നെ ഒരുത്തം കാളവണ്ടിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതേ ഓടുന്നു. എടാ കുട്ടാ, നിക്കടാ അവിടെ. ഗൈസ്, അവനൊക്കെ ഭയങ്കര സീൻ. ഗൈസ്, നമ്മൾ ഗൈസ് നമ്മളെ നീ എന്ത് ഗൈസ് MP5 ഒന്ന് ഗൈസ് നൈസായിട്ടൊന്ന് MP5 കിട്ടി. കണ്ടില്ലേ, MP5 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരുത്തന്നെ നൈസായിട്ടും കാര്യങ്ങൾ കൊന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരുത്തനുണ്ട്, അവനെ കൂടെ തീർക്കണം. അവൻ ഗ്ലൂവാൾ കൂട്ടിച്ചിപ്പോൾ പുറത്തിറങ്ങും. നമുക്ക് നേരെ മേഘം കൊണ്ട് അവനെ തീർക്കാൻ നോക്കാം ഗൈസ്. നമ്മൾ അവനെ മേളിൽ കൂടെ പോയി തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഗൈസ്. പിന്നല്ല, നമ്മുടെ അടുത്താണ് അവൻ്റെ കാര്യം ഗൈസ്. ഞാൻ ഇവിടെ അടുത്ത ആളെ തപ്പി നടക്കുമ്പോഴാട്ട് അപ്പുറത്തുനിന്ന് ഒരു ബഹളം കേട്ടത്. നേരെ അപ്പുറത്തോട്ട് പോയി നോക്കി. ഇവിടെ ഫുള്ള് ഫൈറ്റായി ഗൈസ്. നമ്മളവന്മാരെ അടിച്ചെങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു വിട്ടു. പക്ഷെ നമ്മൾ ഒരു ചാൻസ് ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ നേരെ എന്താണ് നമ്മളെ പീക്കിലോട്ട് വീണ്ടും ലാൻഡ് ആക്കി. നമുക്ക് എന്തായാലും അവന്മാരെ തീർക്കണം ഗൈസ്. അതിന് മുമ്പാണ് ഗൈസ് മേളിലൊരു കുട്ടാപ്പിയൊക്കെ ഉണ്ട്. മേളിലിറങ്ങാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് മുങ്ങി. അത്രേ ഉള്ളു. അത് നോക്കാം ഇനി എന്താ തോന്നുന്നു. ഇവിടെ കിങ്ഫിഷറും കൊണ്ടാണ് നമ്മൾ പോണത്. ലൂട്ട് കിട്ടുമോ എന്തോ, കിട്ടിയാൽ മതിയായിരുന്നു. അതെ, അങ്ങനെ ഒരുത്തനെ കിട്ടി. നമ്മൾ ഒരുത്തരങ്ങ് കുത്തി അങ്ങ് പിടിച്ചങ്ങ് വെച്ചു. അവന്മാരെ ഒന്ന് സീനോ. ഗൈസ്, അങ്ങനെ നമ്മൾ റിവൈവ് ആയി വന്ന് ഒരുത്തനങ്ങ് ജെറ്റ് വിട്ട മാതിരി അങ്ങ് നോക്കടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അടുത്ത ആൾ ആരാണോ. വെടിവെച്ചയും കാര്യങ്ങളൊന്നും എന്തായാലും ഇപ്പോൾ കേൾക്കുന്നില്ല ഗൈസ്. എന്തായാലും ഒരു ഡ്രോൺ കിട്ടി. ഇവിടെ അടുത്ത ഡ്രോൺ ഉണ്ട്, നമുക്ക് അതും എടുക്കാം, അതും പറത്താം. ഏകദേശം ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഡ്രോൺ ഇട്ട് മൂടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കാം. നമ്മൾക്ക് മെഷീൻ എടുക്കാം ഗൈസ്. നമ്മളൊരു മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കാണ്. പുറത്തൊരാളുണ്ട്. നമ്മളങ്ങനെ ചെക്കനെ നൈസായിട്ട് സ്പോട്ട് ചെയ്ത് ചെക്കൻ നേരെ നമ്മുടെ അടിച്ച് പൊട്ടിച്ച് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് വേറൊരു ചെക്കൻ പിന്നെ ആരോ കൊന്നിട്ട് ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് വേറൊരാളും കൂടി ഗൈസ്. ഞാൻ കുത്തി അങ്ങ് പിടിച്ചങ്ങ് കൊന്നു കൊടുത്തു ഗൈസ്. അങ്ങനെ നമ്മൾ അവനെ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ ലൂട്ടും കളക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത ആരാണ് വരാൻ പോണേന്ന്. ആരെയാണോ കളിയുള്ളത്, മൊത്തം ഇനിമയാണല്ലോ. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ മുയ്യടിക്കില്ലോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോട്ടാ ഗൈസ്. ഇപ്പോൾ തന്നെ എന്തായാലും ഞാൻ മുയ്യടിക്കത്തില്ല, അതെനിക്കറിയാം. ഞാൻ ചുമന്ന് പറഞ്ഞതല്ല കേട്ടാ, മുയ്യടിക്കില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. ഇതൊക്കെ അടിക്കുന്ന നല്ല പ്രോ പ്ലേസിനല്ലേ പറ്റൂ. ഇവിടെ ആരോ എന്തോ കാണിക്കുന്നുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് പറക്കാം.
നമുക്ക് മറ്റേ ജീപ്പ് എടുക്കാം. അപ്പൊ നമുക്കിവിടെ ജീപ്പും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഡ്രോൺ ഇട്ടെടുത്ത് നമ്മളെത്തി. നമുക്ക് നോക്കാം എനിമീസും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കണമെന്ന് നമുക്കറിയില്ല. എൻ്റെ യു എ വി അല്ലേ? അപ്പം എൻ്റെ യു എ വിയുടെ പോയി ഗൈസ് ചതിക്ക് ഗൈസ്. നമ്മുടെ യു എ വി അല്ല മൂഞ്ചി ഗൈസ്. ആ ഗൈസ് ഇവിടെ നമ്മൾ ബേക്കോട്ട് വന്നപ്പോഴാണ് ഗൈസ് ഇവിടുത്തെ സുഖമായിട്ട് അർസനലിൽ ലൂട്ട് ചെയ്തു. നമുക്ക് അവനെ അങ്ങ് തൂഫാനാക്കാം ഗൈസ്. ഇവിടുത്തെ കിടന്ന് ബേക്കിന്ന് അടിക്കുന്നു ഗൈസ്. അവൻ വണ്ടി അവൻ ദേ ഇവിടെ കിടന്ന് അടിയോട്ടടി ഒക്കെ സീനടി. ചെക്കൻ അടിയോടെ കിടന്ന് നമ്മളിവിടെ മുണ്ടും മുക്കി ഓടാനുള്ള ഓട്ടത്തിലാണ് ഗൈസ്. ജീവൻ മരണ പോരാട്ടം നമുക്ക് കണ്ടറിയാം. ഗൈസ് ഞാൻ എങ്ങനെ എൻ്റെ സോണ് പുറത്തിറങ്ങണം നമുക്ക്. ഗൈസ് നമ്മൾ നേരെ സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ്. നമുക്ക് നോക്കാം എന്താകുന്നു. നമ്മളിവിടെ ഒരു സ്ഥലത്ത് ലാൻഡ് ആയിട്ടുണ്ട്. നമുക്ക് സോണിൽ നിന്ന് പുറത്തിറങ്ങണം. നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് സോണിൽ നിന്ന് വേഗം വെള്ളിലേക്ക് പോകണം. അല്ലെ നമ്മൾ വേഗം ചാവും. എല്ലാ കളി ഇതേപോലെ സോണിൽ പോയാണ് മേടിക്കാറാവും. ചാവും സോണിൽ പോയി ചാവും. സോണിൽ ഇപ്രാവശ്യം എങ്ങനെയും വലിച്ചിറങ്ങണം. നമ്മൾ വണ്ടി ഇവിടെ പറത്തനാണ് ഗൈസ്. ഗൈസ് അടുത്ത സോൺ വന്നു. തേങ്ങ മാങ്ങ ചൊല്ലി ഒരു കുട്ടനെ കണ്ടത്. നമ്മൾ നൈസായിട്ട് ആ കുട്ടനെ അങ്ങ് അടിച്ചു. അത് അത്രോടൊന്നും പറഞ്ഞങ്ങ് പോണ്. അപ്പൊ നമ്മള് നേരെ വണ്ടി എടുത്തോണ്ട് പോണ്. നമുക്ക് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. നമ്മൾ സോണിൽ നിന്ന് ഒരു വിധത്തിൽ ഒരു വലിയ ഫൈറ്റിന് ശേഷം നമ്മൾ സോണിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ നോക്കണം. അവനെ നൈസായിട്ട് അങ്ങ് നമ്മള് തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ആരാണാവോ നമുക്ക് നോക്കാം ഗൈസ്. ഗൈസോടെ സോൺ വന്നി നമ്മളാണ് ഓടടാ ഓട്ടം. ഈ സോണിൽ പെട്ടാൽ ഞാൻ വടിയാകും. ഇനി 13 പേരും കൂടി ഉണ്ട് ഗൈസ്. നമ്മളെ കൂടെ കൂട്ടിച്ചാണ് 14 പേര്. നമുക്ക് നേരെ ഇവിടെ ഒന്ന് നോക്കണം. അടുത്ത ഒരാളെ കിട്ടിയിട്ടുണ്ട്. കുമ്മി പക്ഷേ അടുത്ത ആള് നമ്മള് നമ്മളത് തീർത്തിട്ടുണ്ട്. അടുത്ത ആളെ തീർത്തി. ഇത് ഒന്നേരാണ് പിന്നീട്. ഞാൻ കുത്തിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ തീർത്തു. കൈസ് അടുത്ത സോൺ വന്ന് കൈസ്. നമ്മൾ സോണിൽ നിന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ കഴിക്കും. നമ്മള് ഇവിടെ നിന്ന് മുണ്ടും മുക്കി ഓടേണ്ട അവസ്ഥയാണ്. അപ്പോഴാണ് അടുത്തവന്റെ അടി. അടുത്തവൻ നമ്മുടെ തല ശരിക്കും അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു. എല്ലാം പൊട്ടി. ഗൈസ് ഇനി അടുത്തവൻ നമ്മുടെ വെസ്റ്റ് എല്ലാം പോയി.
ഓ ഗൈസ് അത് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് ശരിയാവും. ഗൈസ് നമ്മൾ അവൻ നോക്കിട്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ഇവിടെ നമ്മൾ ടോപ്പ് 5 അടിച്ച് മുങ്ങിപ്പോയി ഗൈസ്. മോയമ്മോറായി ഗൈസ്. ഗൈസ് ബുയി അടിക്കണ്ടായിരുന്നു. സാരല്ല ഗൈസ്, നമുക്ക് എത്ര പ്ലസ് കിട്ടും നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 37 പ്ലസും കാര്യങ്ങളും കിട്ടിയുള്ളു ഗൈസ്. 10 കില്ലും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.